ഈ സമയം ഇപ്പോൾ 7 മണിയായിട്ടും ഞാൻ എൻ്റെ സൂര്യണ്ണനെ മാത്രം കണ്ടില്ല. വിഷമമുണ്ട്. ഗൈസ്, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഒരുപാട് വിഷമത്തിലാണ് കടലാണിപ്പാറയോട് വിട പറഞ്ഞു പോകുന്നത്. ഒരുപാട് ആഗ്രഹിച്ച് നിങ്ങൾക്കൊരു സൺസെറ്റ് കാണിച്ച് തരാമെന്ന ലക്ഷ്യത്തിലാണ് ഞാൻ കടലാണിപ്പാറയിലോട്ട് 4:30 ആയപ്പോൾ പോയത്. പക്ഷേ 7 മണി വരെ കാത്തിരുന്നെങ്കിൽ എനിക്കൊരു സൺസെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷേ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, അടുത്തൊരു വീഡിയോയിൽ അതിനേക്കാളും ഒരു അടിപൊളി സൺസെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന്. അതിനായിട്ട് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടി രാവിലെ തന്നെ തിരുവനന്തപുരത്തെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന ചിറ്റിപ്പാറയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് നല്ലൊരു സൺറൈസ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് പോകുന്നത്. ഹായ് ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം ഗെയ്സ്. അപ്പം ഞാൻ ഇപ്പോൾ ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഞാനിവിടെ എത്തിയ സമയത്ത് വേറെ ആരുമില്ല ഗെയ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വിതുര കുറച്ച് ഫ്രണ്ടിലോട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള ചിറ്റിപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ നിങ്ങൾക്ക് ഒരു സൺറൈസ് കാണിച്ചു തരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനും അക്കും കൂടെ എൻ്റെ കൂടെ അക്കും ഉണ്ട്. പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കിടിലൻ സൺസെറ്റ് നമ്മളിന്ന് സൺറൈസ് നമ്മളിന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഞാൻ മൈക്ക് വെച്ചേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാറ്ററിയാൻ പറ്റാത്തത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊരു കിടിലൻ സൺറൈസ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതാണ്. അതിന് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഇത്ര 5:20 ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കുറച്ച് നേരം കൂടെ കാത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺറൈസിനെ കാണാം. അവിടെ ചുവന്ന് കിടക്കണണ്ട ഏതാ അധികം പുറകിലോട്ട് പോകരുത്. വാ, ഈ സൈഡൊന്ന് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഈ കാണുന്നതൊക്കെ നെടുമങ്ങാട്, അതുപോലെ തന്നെ വിതുര ആ സൈഡൊക്കെയാണ്. പിന്നെ അഗസ്ത്യാർകൂടമൊക്കെ ആ സൈഡാണ് കേട്ടോ. ആ സൈഡൊക്കെയാണ് അഗസ്ത്യാർകൂടം ഒരു കിടിലൻ ട്രക്കിംഗ് ആണ്. ഒരു 36 കിലോമീറ്റർ ഓൺ സൈഡ് ഉണ്ട്. പക്ഷേ അത് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ടിക്കറ്റൊക്കെ ക്ലോസ് ചെയ്തെന്നാണ് ഇങ്ങനെ അറിയാൻ പറ്റുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിവുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ ഡ്രീമാണ് ഗീസ് അഗസ്ത്യാർകൂടം. ഒരു രക്ഷയില്ലാത്ത ട്രക്കിങ്ങിൽ നമ്മുടെ കേരളത്തിൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലം അഗസ്ത്യാർകൂടമാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കുറേ വീഡിയോസൊക്കെ കണ്ട്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പോകാനായിട്ട്. ഒരു ദിവസം നമ്മൾ എന്തായാലും പോകും. ആദ്യം നമുക്ക് സൺറൈസ് കാണാം ഗീസ്. അപ്പോൾ നമ്മുടെ അക്കുണ്ട്. സൺറൈസ് ഗീസ്. ഇവിടെ ഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി. ടൈം ലാപ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോണിൽ ടൈം ലാപ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അക്കുവിൻ്റെ ഫോണിലാണ് എടുക്കുന്നത്. എൻ്റെ ഫോൺ ബ്ലോഗ് എടുക്കാനായിട്ട് വെച്ചേക്കാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് സൺറൈസ് കാണിച്ചു തരാൻ പറ്റാത്തത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ആ ഒരു വിഷമം തീർക്കാനായിട്ട് നമ്മളിന്ന് നിങ്ങൾക്കായിട്ട് ഒരു കിടിലൻ ഒരു ടൈം ലാപ്സിൽ ഒരു സൺറൈസ് ഗീസ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ പാറയാണ്. 2 പാറയാണുള്ളത് ഗീസ്. വെട്ടം വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് ഇതിൻ്റെ വണ്ടി നിൽക്കാം ഗീസ്. അവിടെ നിന്നാണ് സൂര്യൻ വരാൻ പോകുന്നത്. വരും. ഗീസ് ഇവിടെ വന്ന 2 പേരിൽ ഒരാൾ നമ്മൾ സബ്സ്ക്രൈബറാണ്. പേരെന്തോടാ? മുഹമ്മദ് റോഷൻ. ഗീസ് ആണ്ട ആ സൈഡിലാണ് സൂര്യൻ ഉദിക്കുന്നത്. ഇവിടെ ഫുള്ള് മഞ്ഞായിട്ട് കിടക്കുന്നത് കേട്ടോ ഗീസ്. ഇതൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടുപോകുക. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇവിടെ ഫുള്ള് നമ്മൾ മഞ്ഞിങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ കാണാൻ പറ്റും ഗീസ്. അങ്ങനെ ഏകദേശം സൂര്യൻ വരാറായി. മറ്റേ 2 പയ്യന്മാർ പോയി. ഇവിടെ ഒരു ലോഡ് പിള്ളേർ മാത്രമായി. ഒരു 10-20 പെൺകുട്ടികളുടെ ഇടയിൽ എണ്ണയാക്കൂടി ഇട്ട് കൊടുത്തിട്ട് അവർ പോയി. വിഷമമുണ്ട് കേട്ടോ, വിഷമമുണ്ട് ഇതപ്പം നമുക്കിനി സൂര്യൻ വരുന്ന ആ ഒരു നിമിഷത്തിലോട്ട് കിടക്കാം. ഇതങ്ങനെ സൂര്യൻ ഇതാ പൊങ്ങി വരാൻ വരും. അങ്ങനെ സൂര്യൻ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ഗേസ്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു. കഴിഞ്ഞ ദിവസം കാണാൻ പറ്റിയില്ല, ഇന്നെങ്കിലും കാണാൻ പറ്റി ഗേസ്. ഇതുവഴിയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ ഗേസ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ചിറ്റിപ്പാറയോട് വിട പറയുകയാണ്. സൂര്യനാ താങ്ക് യു ഇന്ന് കറക്റ്റ് സമയത്ത് വന്നതിന് ഗേസ്. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിയാണ് ഗേസ്. ചെറിയ ട്രക്കിങ്, അതായത് വലിയ ഇതൊന്നുമില്ല. ഒരു 500 മീറ്റർ സംതിങ്ങേ കാണത്തോളം തോന്നുന്നു. അത്രയല്ലേ കാണുള്ളൂ. വണ്ടി വെച്ചടുത്തത് ഇങ്ങോട്ട് ഗേസ്. നിങ്ങൾ കാറിലൊക്കെ വരുവാണെങ്കിൽ ഇച്ചിരി സീനാണ് കേട്ടോ. അതായത് കാറിൽ വരുവാണെങ്കിൽ വണ്ടി ഒതുക്കാൻ കുറച്ച് പാടാണ്. ബൈക്കിലൊക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം കുറച്ച് മേളിൽ വണ്ടി വെച്ചിട്ട് നമുക്ക് കയറി വരാൻ പറ്റും. ഇതുപോലെ പാറക്കെട്ടുകളാണ് കേട്ടോ. പാറക്കെട്ടുകളുടെ വണ്ടി കൂടെയാണ് വരാനുള്ളത്. വരുന്ന വഴി അടിപൊളിയാണ്. വരുന്ന വഴി ഇതുപോലെ പ്രകൃതി രമണീയമായ വഴികളാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും
ഇവിടെ നിന്ന് പോവാണ്. ഇനി വണ്ടി എടുത്ത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. കേസ് ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. ഇതാണ് ചിറ്റിപ്പാറ ആയിരവല്ലി തമ്പുരാട്ടി ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ മേളിലോട്ട് പോയാലാണ് നമ്മുടെ ലൊക്കേഷൻ ചിറ്റിപ്പാറ. അപ്പോൾ വരുന്നവർ ഈ ഒരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത്, ലൊക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് വെച്ച് വരാൻ കേട്ടോ. നമ്മുടെ വണ്ടി ഇത് അവിടെ ഇരിപ്പുണ്ട്. കേസ് അതാണ് ക്ഷേത്രം കേട്ടോ, അതാണ് ക്ഷേത്രം. നമ്മൾ ബൈക്ക് ഇവിടെയാണ് വെച്ചത്. മുമ്പാണെങ്കിൽ ബൈക്ക് ഇങ്ങ് മേളിൽ കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു, റോഡ് ഇച്ചിരി സീനായിരുന്നു. മുമ്പൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് സീസൺ സമയത്ത് വരണമെങ്കിൽ. സീസൺ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാരാണ്, ഫുൾ ആൾക്കാരാണ്. ഇന്ന് ഞങ്ങൾ പിന്നെ കുറച്ച് കോളേജിലെ പിള്ളേരും പിന്നെ വേറെ 2 പയ്യന്മാരേ ഉണ്ടായിരുന്നുള്ളൂ. സീസൺ സമയത്ത് വരണം, ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര വൈബാണ്. അതുപോലെ കാഴ്ചയും ഗൈസ്. ഇനി ഞാൻ കുറച്ച് സീസൺ ടൈമിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് നിങ്ങൾ കണ്ടു നോക്ക്. ഇതാണ് നമ്മുടെ ചിറ്റിപ്പാറ. ഗേസ്, നിങ്ങൾ ഒരു പാറ ഇങ്ങനെ വീഴാനായിട്ടിരിക്കുന്നുണ്ടോ? ആ പാറയുടെ മണ്ടയിലാണ് നമ്മൾ കയറി കേട്ടോ. അതാണ് ചിറ്റിപ്പാറ. നിങ്ങൾ പൊന്മുടി പോകുന്നവരാണെങ്കിൽ അവിടെ നോക്കിയാൽ ഈ ഒരു പാറ കാണാൻ പറ്റും. ഇതാണ് ചിറ്റിപ്പാറ. ഗേസ്, അങ്ങനെ ചിറ്റിപ്പാറയിലേക്ക് പോയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഗേസ് 4:30 പോയതാണ്, തിരിച്ചെത്തിയപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് കിടന്നുറങ്ങിയിട്ട് എണീറ്റിട്ടേ ഉള്ളൂ. ഗേസ്, ചിറ്റിപ്പാറയിലെ സൺറൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ താഴെയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഗേസ്, ഇതൊന്നുമല്ല, സീസൺ സമയത്ത് നമ്മൾ ഒരു ദിവസം പോകുന്നതായിരിക്കും. ഗേസ്, ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് നമുക്ക് എവിടെ പോയാലും നല്ലൊരു വിഷ്വല്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിഷ്വല് കിട്ടണമെന്നില്ല. പക്ഷേ ഈ സമയത്ത് പോകുന്നത് അടിപൊളിയാണ് കാര്യം. പിന്നെ ഒരു സമയത്ത് പോകുമ്പോൾ നമുക്ക് നമ്മുടെ ക്ലിപ്പ് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ തന്നെ എടുത്ത് വെച്ച് റെഫർ ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം എല്ലാ സ്ഥലത്തും പോകും. ഇനി തിരുവനന്തപുരത്ത് നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെയിട്ട് കമൻറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഏകദേശം 5 സ്ഥലങ്ങളാണ് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത്. ആദ്യം പൊന്മുടി, കടലാണിപ്പാറ, വെള്ളാണിക്കപ്പാറ, മീമൂട്ടി, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ചിറ്റിപ്പാറ. ഗീസ്, നമ്മൾ 5 സ്ഥലം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത ഏത് സ്ഥലം വേണോ നിങ്ങൾ താഴെയിട്ട് കമൻറ്റ് ചെയ്യുക. ഗീസ്, അപ്പോൾ അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗീസ്. ലവ് യു.